വെറൈറ്റി ടേസ്റ്റിലുള്ള കേക്കുകളും അതുപോലെ ഡിസൈനിങ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി നിയാപോളിറ്റൻ കേക്ക് വിത്ത് മാർബിൾ എഫക്റ്റ് ബട്ടർ ക്രീം ആണ് ചെയ്യാൻ പോണത്. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ നമ്മളുടെ ഈ നിയാപോളിറ്റൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടേസ്റ്റിലുള്ള കേക്കാണ് വേണ്ടത്. അതായത് വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോണത് ഒരു നോർമൽ വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഈ ഒരു വാനില കേക്കിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാനില കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടി, അതുപോലെ ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ഇത് 3 കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാല് ഞാൻ തിളപ്പിച്ച് നല്ല ആറിയ പാലാണ് എടുത്തേക്കണത്. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വാനില എസെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുട്ടയുടെ വെള്ളയാണ് യൂസ് ചെയ്യണത്, മഞ്ഞ യൂസ് ചെയ്യണില്ല. അതുപോലെ ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ഞാൻ എടുത്തേക്കണത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഷുഗർ നമ്മൾ ബീറ്ററിൻ്റെ ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അൺസോൾട്ടഡ് ബട്ടർ എടുത്തു വെച്ചേക്കണത് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു പ്ലെയിൻ ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണ എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പാല് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കണ ആ ഒരു ബട്ടർ മിക്സിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ അരിച്ചു വെച്ചേക്കണ മൈദപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മൾ 3 വട്ടമായിട്ടാണ് ചേർത്ത് കൊടുക്കണത്. ഇതിലോട്ട് കുറച്ച് പാൽ മിക്സ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഫ്ലോ മിക്സ്, അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ചെയ്യുക. ഒരു 5-8 പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നമ്മൾ ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് യൂസ് ചെയ്യണത്. അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വാനില കേക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിവിടെ ബേക്ക് ചെയ്യാൻ പോണത് 40 to 45 മിനിറ്റ്സ് ആണ്. ഇത് വാരി ചെയ്യും, ഓരോ OTGക്ക് അനുസരിച്ച് ടെമ്പറേച്ചറും ടൈമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ OTGയിൽ എങ്ങനെയാണോ ബേക്ക് ചെയ്യാൻ പോണത് അതുപോലെ ബേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് കേക്കായ സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വാനില കേക്കിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുത്തി തന്നെയാണ് ഞാൻ ഈ ഒരു സ്ട്രോബെറി കേക്കും ചെയ്യണത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരോമാറ്റിക്കിൻ്റെ റോസ് പിങ്ക് കളർ എന്ന് പറയുന്ന കളറാണ് യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാനില എസെൻസ് എടുത്തതിന് പകരം ഞാനിവിടെ 1.5 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ് ആണ് യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ വാനില കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയ പോലെ തന്നെ സ്ട്രോബെറി എസെൻസ് ഒഴിച്ചിട്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ലൈറ്റ് പിങ്ക് വന്നോന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഒഴിക്കുള്ളൂ. നിങ്ങൾക്ക് ഡാർക്കർ ഷെയ്ഡ് വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. അപ്പം നമുക്ക് കളർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നേരത്തെ പോലെ 6 ഇഞ്ച് പാനിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ബേക്ക് ചെയ്തെടുക്കാം.
ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ കേക്ക്, നമ്മൾ ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ്, ഇതും എല്ലാം 3 കേക്കും ഞാൻ ചെറിയ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ചോക്ലേറ്റ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നെക്സ്റ്റ് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൈദപ്പൊടി, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ഇത് 4ഉം കൂടിയാണ് നമ്മൾ അരിച്ചു വെച്ചേക്കണത്. പിന്നെ അതുപോലെ നമ്മളൊരു കുറച്ച് നമ്മളുടെ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി നല്ല ബോയിലിംഗ് വാട്ടറിലിട്ട് തിളപ്പിച്ചതാണ് ഞാൻ വേറെ എടുത്തേക്കണത്. പിന്നെ നമ്മൾ പാലിൻ്റെ എമൗണ്ട് എത്രയാണോ കുറയ്ക്കണത് അത്രയാണ് നമ്മൾ കോഫി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആക്കിയാൽ മതി. വാനില എസെൻസ് നമ്മൾ വാനില കേക്കിൽ 1.5 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ബാറ്ററും നമ്മൾ ഇതുപോലെ 6 ഇഞ്ച് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതും നല്ലപോലെ നേരത്തെ പോലെ ടെമ്പറേച്ചറും ടൈമും സെയിം തന്നെ വെച്ചിട്ട് എല്ലാതും 3 കേക്കും സ്ട്രോബെറി, വാനില, ചോക്ലേറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മാർബിൾ എഫക്റ്റ് ബട്ടർ ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ കേക്കിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളതായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എങ്കിലും അതിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച ആ ഒരു ടൈമിൽ നമുക്ക് അതിനാവശ്യമുള്ള ബട്ടർ ക്രീം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അരിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഐസിങ് ഷുഗർ വാങ്ങിച്ചിട്ട് നന്നായിട്ട് അരിക്കുക. പിന്നെ നമ്മളെ കൺസിസ്റ്റൻസി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വാനില എസൻസ് ഓപ്ഷണലാണ്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെയും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സോഫ്റ്റായ ബട്ടറിലോട്ട് നമ്മൾ അരിച്ചു വെച്ചേക്കണ ഐസിങ് ഷുഗർ കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി പതുക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർ ക്രീം അടിച്ചപ്പോൾ എനിക്കിവിടെ നല്ല കൺസിസ്റ്റൻസിയാണ് വന്നേക്കുന്നത്. അത് കാരണം ഞാൻ ഇതിലോട്ട് മിൽക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾക്ക് എങ്ങാനും നല്ല കട്ടിയായി പോവുകയാണെങ്കിൽ, ഓരോരുത്തർ ഉപയോഗിക്കുന്ന ബട്ടർ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ കട്ടിയായി പോവുകയാണെങ്കിൽ മാത്രം നമ്മൾ പാൽ ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ക്ലിയർ ചെയ്തെടുത്താൽ മതി. നമുക്ക് നല്ല കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസി ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി. ഡിസൈൻ ചെയ്യാൻ പോവാണ് നമ്മൾ നിയാപ്പൊളിറ്റൻ കേക്ക്. അപ്പം നിയാപ്പൊളിറ്റൻ കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച കേക്ക്സാണിത്. ആദ്യം ചോക്ലേറ്റ് കേക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്ട്രോബെറി, പിന്നെ വാനില കേക്ക് നമ്മളുടെ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വെക്കാൻ പോണത്, ബേസായിട്ട് വെക്കാൻ പോണത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ക്രീം നേരത്തെ അടിച്ചു വെച്ചിരുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ബേസായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യാൻ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് ബേസിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സോക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് സോക്ക് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് വെച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ പോണത്. ഒരു ലെയർ ബട്ടർ ക്രീം, നമുക്ക് സെക്കൻഡ് ലെയർ സ്ട്രോബെറി വെച്ച് കൊടുക്കാം. സോക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഷുഗർ സിറപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മിൽക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. വീണ്ടും ഒരു ലെയർ. ഇനി നമുക്ക് തേർഡ് ലെയർ വാനില കേക്ക് വെച്ച് കൊടുക്കാം. മിൽക്ക് വെച്ച് സോക്ക് ചെയ്യാം.
നമ്മൾ ജസ്റ്റ് സൈഡിൽ ഒരു ക്രം കോട്ടിങ് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്രം കോട്ടിങ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റേജസ് ചെയ്യാം. നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഇപ്പം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്തിട്ട് ഒറിജിനലായിട്ട് ബട്ടർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒരു കോട്ടിങ്ങും കൂടി. അപ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ടൈമിൽ നമുക്കിനി നമ്മളെ ബട്ടർ ക്രീമിനെ കോൺക്രീറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ മാർബിൾ എഫക്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള ബട്ടർ ക്രീമിനെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞു ബൗളിൽ കുറച്ചുണ്ട്, പിന്നെ വലിയ ബൗളിൽ 2 ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വലിയ നമുക്ക് വേണമെങ്കിൽ പിങ്ക് കളറോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളർ എടുക്കുക. ഇതിലോട്ട് കുറച്ച് ഡാർക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനേക്കാളും ലൈറ്റർ ഷെയ്ഡായിട്ട് നമുക്ക് കുറച്ച് ഒരു ഇത്തിരി മതി, 2 ഡ്രോപ്പ് ആക്കിയിട്ട് ഞാനിവിടെ ലൈറ്റർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റ് കളർ വന്നാൽ മതി. കണ്ടോ, ഇപ്പം നമുക്ക് ലൈറ്റ് പിങ്ക് കളറുണ്ട്, ഡാർക്ക് പിങ്ക് കളറുണ്ട്, അതുപോലെ വൈറ്റ് കളറിലുള്ള ബട്ടർ ക്രീമും ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനൊരു നീളത്തിലുള്ള ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റ് ഇല്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം വരുന്ന പോലെ ഹൈറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. നീളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മളുടെ ഏത് ബേക്കിംഗ് ട്രേയിലാണോ നിങ്ങൾ ചെയ്തത് ഇതിന് ചുറ്റും പിടിച്ചിട്ട് നിങ്ങൾ ഈ ബട്ടർ പേപ്പറിൻ്റെ നീളം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ഫുള്ളായിട്ട് ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എത്താം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചെറുതായിട്ട് ആണ് ചെയ്യാൻ പോണത്. നമ്മളുടെ ഡാർക്കർ ബട്ടർ ക്രീം ജസ്റ്റ് എടുത്ത് കുറച്ച് അപ്ലൈ ചെയ്യാം, ലൈറ്റർ ഷെയ്ഡ് കുറച്ച് അപ്ലൈ ചെയ്യാം, വൈറ്റ് കുറച്ച് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ 3 ഷെയ്ഡും മാറ്റി മാറ്റി അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈക്വൽ ചെയ്ത് കൊടുക്കാം. ബാക്ക് സൈഡ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെ നമ്മളുടെ കേക്കിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബട്ടർ ക്രീമിൻ്റെ കോൺക്രീറ്റൊക്കെ അല്ലെങ്കിൽ മാർബിളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ കേക്കിന് ചുറ്റും ഇതിനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് എടുത്ത് റിവോൾവിംഗ് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചുറ്റിനും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഫോണ്ടൻ സ്മൂത്തർ വെച്ചിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1 hour നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിവിടെ മാർബിൾ എഫക്റ്റ് ബട്ടർ ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 സൈഡ് കണ്ടോ കറക്റ്റായിട്ടാണ് വെച്ചേക്കണത് തരുന്നത്. അപ്പോൾ ഈ സെറ്റായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ ഒരു എഡ്ജ് പിടിച്ച് പിന്നെ ഒന്ന് ഒലിച്ചു കൊടുക്കണം നമുക്ക്. അപ്പോൾ നമ്മളുടെ മാർബിൾഡ് ബട്ടർ ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ഡസ്റ്റ്, ഗോൾഡൻ ഡസ്റ്റ് ലെമൺ എക്സ്ട്രാക്റ്റിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മളുടെ നിയാപോളിറ്റൻ കേക്ക് വിത്ത് മാർബിൾ എഫക്റ്റ് ബട്ടർ ക്രീം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് അടിക്കാൻ മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye bye.